ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി മീൻസ് ഏട്ടത്തി നമ്മളെല്ലാവരും കൂടിയിട്ട് അല്ലയിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. വീക്കെൻഡ് അല്ലേ, അങ്ങനെ 4:45 ടൈമിൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ജലദോഷം പിടിച്ചോണ്ട് സൗണ്ട് കുറച്ച് മാറിയിട്ടുള്ള, മൈൻഡ് ആക്കണ്ട. അതുപോലെ ഈ വീഡിയോ കുറച്ച് പഴയതാ. അയാനെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ പോയതാ. എമിനും ചെറുതല്ലേ, വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനെടുത്ത അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ ആയതുകൊണ്ട് മുഖമെല്ലാം നല്ല തടിച്ച് വീർത്തിട്ടല്ല ഉള്ളത്. അതുപോലെ ഗാലറിയിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഡിലീറ്റ് ആക്കാനും തോന്നിയില്ല. അപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. വ്ളോഗാക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുത്ത വീഡിയോവാണ്. എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട് കുറച്ച് ലേറ്റായി പോയതാണ്. 5:30 മണിയെല്ലാം ടൈമിൽ കുറച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു സൺസെറ്റെല്ലാം കണ്ട്. അതുപോലെ നമ്മൾ പോയ ക്ലൈമറ്റ് എടുത്ത് പറയേണ്ടതാണ്. നല്ല ചൂട് ടൈമിൽ നമ്മൾ അല്ലയിലേക്ക് പോകുന്നത്. പൊതുവേ ചൂടിനങ്ങനെ ആരും പുറത്തിറങ്ങൂല. അങ്ങനത്തെ നമ്മൾ ഇത്ര ലോങ് ആയിട്ട് അല്ലയിൽ തന്നെ വന്ന് അതൊരു നല്ലൊരു കോമഡി, നല്ല എക്സ്പീരിയൻസ് അല്ലേനും. ഇനി നമ്മൾ നിയറസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന് നോക്കുക ചെയ്യുന്നത്. കാരണം വിശക്കാൻ തുടങ്ങി, രാവിലെ ആയില്ലേ, വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ ബാത്റൂമിൽ പോകണം, ഫ്രഷ് ആവണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി. ഫസ്റ്റ് തന്നെ ബാത്റൂമിലെല്ലാം പോയി ഫ്രഷായി. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല. നല്ല കിളികൾ സൗണ്ടെല്ലാം ആയിട്ട് നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആറര മണിയായിക്ക് നമ്മൾ അല്ലയിട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഫുഡ് വന്ന് മസാല ദോശയും ഇഡ്ഡലി അങ്ങനത്തെ കാര്യമെല്ലാം നമ്മൾ കഴിച്ചത്. ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഉള്ളത് നമ്മൾ കഴിച്ച്. ഇനി നേരെ പോകുന്നത് നിയറസ്റ്റ് ഒരു പാർക്കുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഐഡിയയും കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യും, നിയറസ്റ്റ് പോകാൻ പറ്റിയ പ്ലേസ് ഏതാ, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പോവുക ചെയ്യുന്നത്. ഇപ്പം പോകുന്നത് ഗ്രീൻ മുബസറ എന്ന് പറഞ്ഞൊരു പാർക്കിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ഒരുമിച്ചിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു. ഞാൻ ശനിയാഴ്ച ആകുമ്പോൾ ഉള്ള റൂമിൽ പോലെ ഞായറാഴ്ച കറങ്ങാൻ പോകും. ഇങ്ങനെ നമ്മളെ ഷെഡ്യൂള്. അങ്ങനെ ശനിയാഴ്ച രാത്രി ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഓക്കെ അല്ലെങ്കിൽ പോകാമെന്നുള്ള പ്ലാന് വന്ന്, എന്നാൽ ഓക്കെ പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങുകയും ചെയ്ത്. അതാ ഇവിടെ ഉണ്ടായത്. അല്ലാണ്ട് ഈ ചൂട്ടിന് ഇത്ര ലോങ് ആയിട്ട് അങ്ങനെ ആരും വരാൻ നിൽക്കില്ല. പൊതുവേ ചൂട്ടിനങ്ങനെ ഈ ഉച്ച ടൈമിലൊന്നും ആരും കറങ്ങാൻ പോകില്ല. അങ്ങനത്തെ നമ്മൾ ഇത്ര ലോങ് ആയിട്ട് വന്ന്. കാരണം ദുബൈയിലെ ചൂട് ഭയങ്കര ഇറിറ്റേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ആരും പുറത്തു പോകാൻ നിൽക്കാത്തത്. അങ്ങനെ ഇതാ നമ്മൾ പാർക്കിലേക്ക് എത്തി. രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ആൾക്കാരും കാര്യമൊന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പാർക്ക്. പിന്നെ ഉള്ള ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. കാരണം രാത്രി ക്യാമ്പിങ്ങിന് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ പോകുന്നതാണ് കണ്ടത്. രാവിലെ തന്നെ ആരും വരുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർക്ക് നല്ല ഫ്രീ, ആരും കാലിയായിട്ട് ഉണ്ടായി. യുഎഇയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയ ജബൽ ഹഫീദ് എന്ന് പറഞ്ഞ മൗണ്ടൻ്റെ താഴെയായിട്ട് ഈ ഒരു പാർക്ക് വരുന്നത്. ഇവിടെ ലേക്ക് ഉണ്ട്, ഡാം ഉണ്ട്, കുട്ടിയെ കളിക്കാൻ പറ്റിയ പാർക്ക് ഉണ്ട്. നമുക്കിവിടെ ക്യാമ്പിങ് ചെയ്യാം, ബാത്റൂം കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയ നല്ലൊരു പാർക്കായത്. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഊഞ്ഞാലെല്ലാം ആടി നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡാമും കാര്യമെല്ലാം ഉള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ട്. രാവിലെ ആയിട്ട് അത്ര ചൂടുമില്ല. ഈത്തപ്പഴമെല്ലാം നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. ചൂട് സീസൺ എല്ലാം ഉണ്ട്. ഈത്തപ്പഴം നല്ല പഴുത്ത് കുറേയെല്ലാം താഴെ വീണിട്ടുണ്ട്. എമിനും കുറേ നേരം ഇങ്ങനെ കളിച്ച്, പുല്ലും കാര്യം ആയതുകൊണ്ട് വീണാൽ പൊട്ടുന്നുള്ള പേടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എമിനും കുറേ നേരം പാർക്കിൽ നിന്ന് നല്ലോണം കളിക്കുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഉറക്കം വരുന്നത്, നല്ല കാറ്റുള്ളതുകൊണ്ട് ഉറങ്ങാൻ വരെ തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം പുല്ല് കിടന്ന് ഉറങ്ങിപ്പോവുകയെല്ലാം ചെയ്ത്. പിന്നെ നമ്മൾ പാർക്ക് ഒന്ന് ചുറ്റി കാണുന്നുണ്ട്. ഫസ്റ്റ് ടൈം വരുന്നില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ചുറ്റും മൗണ്ടൻ ആയതുകൊണ്ട് നല്ല വ്യൂ ആട്ടോ, കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഫ്രീ എൻട്രിയാണ്, പാസും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ സുഖമായിട്ട് വരിക, ഫാമിലി ആയിട്ടെല്ലാം വരാൻ പറ്റിയ നല്ല പാർക്കാണ്. നല്ല തണുപ്പ് സീസണെല്ലാം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ചൂടായതുകൊണ്ട്
ഇവിടെ കാറ്റിലുണ്ട്, വലിയ പ്രശ്നമില്ല. എന്നാലും ചെറുതായിട്ടൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കുറേ നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി ഞാൻ അടുത്തത് പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലൈൻ ഒയാസിസിലേക്കാണ്. 1200 ഏക്കറിലായിട്ട് വരുന്ന ഈ ഒരു സ്ഥലം ഫുള്ള് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞതാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടൗണിൽ നിന്നെല്ലാം ഒന്ന് മാറി റിലാക്സ് ചെയ്യണം, ഒരു നാട്ടിൽ പോയൊരു ഫീല് കിട്ടണമെന്ന് തോന്നുന്നവർക്ക് ഏറ്റവും സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കും ഇത്. നിറയെ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ, മാവ്, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളിലുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണോ അതിൻ്റെ ഒരു വിഷ്വൽസ് നമുക്കിവിടെ പുറത്ത് കാണിച്ചു തരുന്നത്. ഇവിടെയും ടിക്കറ്റും കാര്യമൊന്നുമില്ല, ഫ്രീ എൻട്രി. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് ഇത്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. നല്ല ഒരു പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ എന്തെല്ലാം എന്നുള്ളതിനൊരു ഔട്ട്ലുക്ക് നമുക്കിവിടെ പുറത്ത് കാണിച്ചു തരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു എൻട്രൻസ് തന്നെ കണ്ടാൽ അറിയും ഒരു മണ്ണിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കിയ ഒരു പഴമയുടെ ഒരു രീതി, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നടക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ഒരു സൈക്ലിങ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഫ്രീ അല്ല, പേയ്മെൻറ്റ് പെർ ഹെഡ് വെച്ചിട്ട് പൈസയാണ്. അങ്ങനെ വണ്ടി വേണ്ടവർക്ക് വണ്ടിയിൽ പോവുക, അല്ലാത്തവർക്ക് നടന്നിട്ട് എൻജോയ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ പോയ സീസണ് സമ്മർ ആയതുകൊണ്ട് നടക്കാനുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല. കാരണം ചൂട് വരാൻ തുടങ്ങി, 10 മണിയെല്ലാം കഴിഞ്ഞ് അപ്പം തന്നെ അത്യാവശ്യം ചൂട് വരാൻ തുടങ്ങിയോണ്ട് നമ്മൾ വണ്ടിയിലാണ് പോയത്. വണ്ടിയിലാണെങ്കിലും അല്ലൈൻ ഒയാസിസിനെ പറ്റിയിട്ടുള്ള ചരിത്രവും കാര്യങ്ങളും ഇങ്ങനെ ഓഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളത്. അത് കേട്ടുകൊണ്ട് ചുറ്റും നമുക്കൊന്ന് കാണിച്ചു തരും. പിന്നെ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി വിട്ടിട്ട് നമുക്കൊന്ന് നടക്കാനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം എത്തുമ്പോൾ നിർത്തി തരും. എന്നിട്ട് തിരിച്ചിട്ട് നമ്മൾ എവിടെയാണോ കയറിയത് അവിടെ ഇറക്കി തരുക ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറക്കി തരുന്നുണ്ട്. ഉള്ളിലെല്ലാം ഒന്ന് നടക്കാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തുമ്പോൾ നമുക്ക് നിർത്തി തരുന്നുണ്ട്. നടന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വഴിയിൽ കൂടെ നടക്കുകയെല്ലാം ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൂടായതുകൊണ്ട് ഇത്രയും നടക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ കയറിയത്. അങ്ങനെ നമുക്ക് ഇറക്കി തന്ന് ഈ ഒരു അരുവി പോലെ ഉള്ളതിന് ഫലജ് എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ നാച്ചുറലായിട്ട് മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളമെന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഇത് ഓരോ സീസൺ അനുസരിച്ച് ചിലപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ വന്ന ടൈമിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല തണുത്ത വെള്ളമെന്ന് വിചാരിക്കെങ്കിലും തണുപ്പല്ല, ചൂട് വെള്ളമാണ് ഇന്ന് ഉണ്ടായത്. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴമെല്ലാം പറിച്ച് തന്ന് നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇനി നമ്മൾ എവിടെ നിന്നാണോ കയറിയത് ആടെ കൊണ്ടുപോയി ഇറക്കി തരുക ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നത്. ക്ലൈമറ്റ് കുറച്ച് ചതിച്ചു എന്നേ ഉള്ളൂ, അത് നമ്മളെ മിസ്റ്റേക്കാണ്. ഒരു നല്ല തണുത്ത സീസണെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്ത്. പിന്നെ ഇതുപോലെ നമുക്ക് ഒറ്റക്ക് സൈക്കിൾ ചെയ്തിട്ട് മൊത്തത്തിൽ ചുറ്റിക്കാണാം കേട്ടോ. അതിന് വേറെ റേറ്റാണ് വരാൻ.
അങ്ങനെ നമ്മൾ ആടുന്ന് ഇറങ്ങി. ഇനി എന്തായാലും പുറത്ത് കറങ്ങാനുള്ള ഒരു പ്ലാൻ നമുക്കില്ല, കാരണം നല്ലോണം ചൂടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ഏതെങ്കിലും മാളിൽ പോകാമെന്നുള്ള ഇതിൽ നമ്മൾ ജിമ്മി മാളിലേക്കാണ് പോകുന്നത്. മാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിൽ വരാൻ ഷോപ്പിംഗ്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നേരെ മേലേക്ക് കയറി. പിന്നെ ഡ്രസ്സും കാര്യമൊന്നുമല്ല നോക്കുന്നത്, എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്നുള്ള രീതിയിൽ നമ്മൾ സെക്ഷനിലേക്ക് പോയി. ഇങ്ങനെ ഓരോ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ ട്രയലായിട്ട് വെക്കുമല്ലോ, അപ്പോൾ ഓരോ ലിപ്സ്റ്റിക്ക് ഞാനിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ഇട്ട കൂട്ടത്തിൽ ഈ ഒരു ഫ്ലോർമാൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. ഓളാടുന്ന് ഇതുപോലെ ഐലൈനറും മസ്കാരെല്ലാം നോക്കുന്നുണ്ട്. ലിക്വിഡ് ഐലൈനർ അങ്ങനെ വൃത്തിക്കൊക്കെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഓളൊരു പെൻസിൽ ഐലൈനർ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനമൊന്നും വാങ്ങിക്കില്ല. അങ്ങനെ ഈ ഒരു 2 സാധനം നമ്മൾ ബില്ല് ചെയ്ത് പിന്നെ ജസ്റ്റ് ഹാൻഡ് ബാഗും കാര്യമെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ വാങ്ങിക്കൊന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്ത കൂട്ടത്തിൽ ഫ്ലോർമാൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഈ ഒരു പൗച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. നല്ല രസമുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ട് മേക്കപ്പ് എല്ലാം വെക്കാൻ പറ്റിയൊരു അത്യാവശ്യം വലുപ്പമുള്ള പൗച്ച്. അങ്ങനെ അടുത്ത ബില്ലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ നല്ല വിശപ്പായി, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് പോവുക ചെയ്ത്. നമ്മളെല്ലാവരും പൊതിച്ചോറ് വാങ്ങിയിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റ് തരും. അത്യാവശ്യം അടുത്ത ഫേമസ് ആയ ഹോട്ടലാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല എനിക്ക് പേര്. അങ്ങനെ ഫുഡെല്ലാം അവിടുന്ന് കഴിച്ച്. ഇനി എന്തായാലും കറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല എവിടെയും. നല്ല ചൂടായി അപ്പോഴത്തേക്ക് ഇനി കറങ്ങാനുള്ള പ്ലാനേ ഇല്ല. ഇനി നേരെ തിരിച്ചിട്ട് റൂമിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.